ഹായ് നിൽജ, എൻ്റെ പേര് സുജിത്ത് എന്നാണ്. എല്ലാവരും അറിയപ്പെടുന്ന വെട്ടിയാർന്നാണ്. റേഡിയോ മർച്ചിയാണ് വെച്ചിരിക്കുന്നത്. നല്ല പാട്ടാണ്. നല്ല അർത്ഥമുള്ള പാട്ടാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഓഫ് ചെയ്യാം. ഞാനൊരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം. അയ്യോ, എന്താ ഇങ്ങനെ? ഈ ഓൺലൈൻ ടാക്സികളിലെ ചില ആൾക്കാരൊരു യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ എന്തൊക്കെയോ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, നിരാഹാരം നടത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നു, സമരം നടത്തുന്നുണ്ട്. ഒരു വിഭാഗം ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തുമില്ല. അപ്പൊ അവരുടെ അടുത്താണ് ഈ ടപ്പനെ ടുപ്പനെ ഡും എന്നും പറഞ്ഞ് ഈ ചേട്ടന്മാര് വരുന്നത് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഇന്ന് കുറച്ച് ഓൺലൈൻ ടാക്സികളൊക്കെ സമരത്തിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ യഥാർത്ഥ കാരണം ഓർക്കാൻ അറിയില്ല എന്നുള്ളതാണ് പകുതി വാസ്തവം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, കേരളം എന്തായാലും ആ കാര്യത്തിലും മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഓൺലൈൻ ടാക്സികളുടെ യൂണിയൻ ഉണ്ടാക്കി, എന്നിട്ട് അതിന്റെ പേരിൽ ഒരു സമരം നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണെന്നാണ് എന്റെ ഒരു ചെറിയ ലോകത്തിലെ ഒരു അറിവ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. റേഡിയോ മിർച്ചി 104 FM നിൽച്ചുണ്ട് കൂടെ ടപ്പനെ ടുപ്പനെ ഡും വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് സംഗതി ഹോട്ടാണ്. വളരെ ഭംഗിയായിട്ട് സംസാരിച്ചിരിക്കുന്നു. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഈ പറഞ്ഞ ഓൺലൈൻ ടാക്സിയിലെ ഒരു ഡ്രൈവറാണ് ഞാൻ. അപ്പോൾ സമരത്തെക്കുറിച്ചാണ് നെൽജ പറഞ്ഞത്. അന്ന് മാത്രമല്ലായിരുന്നു നെൽജ, ഞാനിപ്പോൾ കുറച്ച് ദിവസമായി നീ ഓഡിയോ ക്ലിപ്പിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് കേട്ടില്ലായിരുന്നു. ഞാൻ ആ സമരത്തിൻ്റെ ആ പന്തൽ ഞാനൊന്ന് കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഒരാളെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ സംഘടിപ്പിക്കാനിപ്പോൾ ഇട്ടതാണ്. അന്ന് മാത്രമല്ലായിരുന്നു നെൽജ സമരം കുറച്ച് ദിവസം മുമ്പ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്തതാണ്. നെൽജ അത്രയും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കാര്യം. സന്തോഷമുണ്ട്. പക്ഷേ കഴിഞ്ഞ അതിനു മുമ്പുള്ള 3 ദിവസമായിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിയൻ ഉണ്ടാക്കി സമരം ചെയ്യുന്നു എന്നൊക്കെ നെൽജ പറഞ്ഞു. എന്തായിരുന്നു സാഹചര്യം എന്ന് നെൽജ ചർച്ച ചെയ്തിട്ടുണ്ടോ? എറണാകുളത്തൊരു മഴ വന്നാൽ നിങ്ങൾ ആർജികൾക്ക് ആഘോഷമാണ്. എറണാകുളത്തൊരു ബ്ലോക്ക് വന്നാൽ ആർജിക്ക് ആഘോഷമാണ്. എന്തിനും ഏതിനും ആർജിക്ക് ആഘോഷമാണ്. ഉമ്മൻചാണ്ടിയുടെ സോളാർ പാനലും എല്ലാ കഥകളും ആർജികൾക്ക് ആഘോഷമാണ്. എന്താ ഡ്രൈവർമാരെ കുറിച്ച് പറയുമ്പോൾ ഒരു പുച്ഛമോ എന്തോ ഇത് എനിക്കകത്ത് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തോ ഒരു പുച്ഛഭാവമാണ് എനിക്ക് തോന്നിയത്. എൻ്റെ തോന്നലായിരിക്കാം ഒരു പക്ഷെ. നെഞ്ചിക്കൊരു കാര്യം അറിയാമോ? ഈ ലോകം മുഴുവൻ ഇപ്പോൾ ഡ്രൈവർമാരുടെ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ നെൽജ രാവിലെ കഴിക്കുന്ന ഭക്ഷണം, നെൽജിയുടെ മുമ്പിലിരിക്കുന്ന മൈക്ക്, നെൽജിയുടെ മുമ്പിലിരിക്കുന്ന ആർജ്യ സംബന്ധമായ ഉപകരണങ്ങൾ, ഇരിക്കുന്ന കസേര, ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഉപയോഗിക്കുന്ന ഓർണമെന്റ്സ്, മേക്കപ്പ് സാധനങ്ങൾ എല്ലാം ഒരു ഡ്രൈവറുടെ കയ്യിൽ കൂടി മാത്രമേ നെൽജിയുടെ കയ്യിൽ എത്തുള്ളൂ. ഏറ്റവും അവസാനം അതിന്റെ റോ മെറ്റീരിയൽ പോലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഡ്രൈവർ ആവശ്യമാണ്. ആ ഒരു സമൂഹം വളരെ വലിയ സമൂഹമാണ്. ഞാനും എൻ്റെ ഒരുപാട് അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ഒരു സമൂഹം. അവരുടെ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച് നെൽജ ഒരിക്കലെങ്കിലും ഒരു ഡിബേറ്റ് വെച്ചിട്ടുണ്ടോ? ഡ്രൈവേഴ്സിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ആർജി ഒരിക്കലെങ്കിലും ഒരു ഡിബേറ്റ് വെച്ചിട്ടുണ്ടോ? ആർജി വെക്കില്ല. കാരണം ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആളുകളുടെ കാഴ്ചപ്പാടിൽ കള്ളു കുടിച്ച് അത് മദിരാശിയുമായിട്ട് നടക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ ഇപ്പോൾ വന്ന് എല്ലാം വ്യത്യാസമുണ്ട് നെൽജ. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ലോകത്തെ പിടിച്ചു നിർത്തുന്നത് തന്നെ ഡ്രൈവർമാരാണ്. എന്തിനും ഏതിനും ട്രാൻസ്പോർട്ടേഷൻ. നെൽജ ഒരു സാഹചര്യം ഞാൻ നെൽജയ്ക്ക് മുമ്പിൽ വെക്കുകയാണ്. ഈ കേരളത്തിലെ മുഴുവൻ ഡ്രൈവർമാരും ഒരാഴ്ചത്തേക്ക് ഒരു മിന്നൽ പണിമുടക്ക് നടത്തുന്നു. എല്ലാ ഡ്രൈവർമാരും, ടാക്സി, ഓട്ടോ, ട്രക്ക്, എല്ലാ ഡ്രൈവർമാരും ഒരാഴ്ചത്തേക്ക് ഒരു മിന്നൽ പണിമുടക്ക് നടത്തുന്നു. എന്തായിരിക്കും അവസ്ഥ അല്ലേ? കൊച്ചി പിന്നെ നാറാൻ തുടങ്ങും. അതാണ് കൊച്ചിയുടെ ആദ്യത്തെ അവസ്ഥ. കച്ചെടുക്കാൻ ആളുണ്ടാവില്ല.
ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന വലിയ വലിയ സാറുമാർക്ക് പുച്ഛത്തോടെ നോക്കുന്ന ഡ്രൈവർമാർ കൊണ്ടുവരുന്ന വെള്ളത്തിന് വേണ്ടി അവരുടെ കാല് പിടിക്കേണ്ട അവസ്ഥ വരും. ഭക്ഷണത്തിന് വേണ്ടി ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കാല് പിടിക്കേണ്ടി വരും. ആശുപത്രിയിൽ പോകുന്ന രോഗികളെ കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് ഡ്രൈവർമാരുടെ കാല് പിടിക്കേണ്ടി വരും. ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഡ്രൈവർമാരെ കാലേ വീഴും. സംശയമില്ലാത്ത കാര്യമാണ്. ഡ്രൈവറില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കാം അമേരിക്കയിൽ നാസയെ പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ ഡ്രൈവറില്ലാത്ത വാഹനത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മെഴ്സഡസും എല്ലാവരും ഡ്രൈവറില്ലാത്ത വാഹനങ്ങൾ പരീക്ഷിക്കുന്നു. ചിലതൊക്കെ ഓടി തുടങ്ങി. നന്നായിരിക്കുന്നു. നിജിയുടെ സംസാര രീതി എനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കി. കൊള്ളാം. നിങ്ങളെപ്പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾ തെരുവ് പട്ടിയെ പോലെ ഞങ്ങളെ കാണുമ്പോൾ അതിനിച്ചിരി വിഷമമുണ്ട്. ഞങ്ങളുടെ ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ സമര വഴികളെ കുറിച്ച് അറിയാമോ? അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച നവാസ് പൊന്നാനിയുടെ കഥകൾ വല്ലതും അറിയാമോ? ഞങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് ബെന്നിമോന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാമോ? ജേക്കബ് അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയാമോ? ആ സമരത്തിന് അത്രയും നേരം വരെ കൂടെ നിന്നിട്ട് കാല് വാരിയ ചില ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് അറിയാമോ? അതിന്റെ പുറകിൽ നടന്ന പിന്നാമ്പുറത്ത് നടന്ന കളികളെ കുറിച്ച് അറിയാമോ? നിൽജി അതെല്ലാം ഒന്ന് ഡിബേറ്റിന് വെക്കൂ. എന്തിനും ഡിബേറ്റ് വെക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? ഒരു ഡിബേറ്റ് വെക്കൂ ധൈര്യമുണ്ടെങ്കിൽ. നിൽജി എന്തായിരുന്നു ആ ഒരു കളിയാക്കൽ പോലെ അന്ന് പറഞ്ഞതിനുള്ള ഒരു നിൽജിയുടെ ഒരു വികാരം, അതിനുള്ള ചേതോ വികാരം എന്തായിരുന്നു? അതിനുള്ള പ്രചോദനം എന്തായിരുന്നു? ഒരു ബാഹ്യ പ്രേരണയ്ക്ക് വിധേയമായിട്ടാണോ നിൽജി അത് പറഞ്ഞത്? ഒരു പത്രമാധ്യമങ്ങളിലും ആ സമരത്തെക്കുറിച്ച് അധികമൊന്നും വന്നിട്ടില്ല. നവാസ് പൊന്നാനി ബിൽഡിങ്ങിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുടക്കിയപ്പോൾ മാത്രം ഏഷ്യാനെറ്റ് പോലുള്ള ചില മാധ്യമങ്ങൾ അത് കാണിച്ചു. അതിനുശേഷം അത് മാഞ്ഞുപോയി. കൊച്ചി കണ്ടതിലെ ഏറ്റവും ശക്തമായൊരു സമരമായിരുന്നു അത്. ഒരുപക്ഷെ നിൽജിയും ഈ ഓൺലൈൻ ടാക്സി ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഈ ഓൺലൈൻ ടാക്സിയിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിത്തന്ന ആരാണെന്ന് അറിയാമോ? ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ, OTDU എന്ന് പറയുന്ന സംഘടനയാണ്. ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശത്തിലൂടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് സുരക്ഷിതത്വത്തോടു കൂടി യാത്ര ചെയ്യാനുള്ള, ഏത് രാത്രിയും യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഞങ്ങൾ ഒരുക്കി തന്നു. നിങ്ങൾക്കറിയായിരിക്കും, ഓൺലൈൻ ടാക്സി തുടങ്ങിയ സമയത്ത് ഇവിടെ തല്ലിപ്പൊട്ടിക്കലും ബഹളമൊക്കെ ആയിരുന്നു മറ്റു ട്രേഡ് യൂണിയനിലും ഓട്ടോക്കാരും ടാക്സിക്കാരും ഒക്കെ. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് നെൽജി ഒരു ഡിബേറ്റ് വെക്കൂ. ഇല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കൂ. എൻ്റെ ഫോൺ നമ്പർ 8301058296. എനി ടൈം ഞാൻ അവൈലബിൾ ആണ്. ഓക്കെ.